വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരജ്ഞ, നിങ്ങളുടെ സ്വന്തം അനുമിസ് ആണ്. ഓക്കെ മക്കളെ, എല്ലാവരും നിങ്ങളുടെ ഓണപരിപാടികളിൽ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്ന് എനിക്കറിയാം. അപ്പൊ നമ്മുടെ മാത്സിലെ ഏറ്റവും ബേസിക് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യത്തെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. സോ എന്റെ മക്കളെ എന്തായാലും നോട്ട് ചെയ്ത് വെക്കുക. ഇത് വലിയ വലിയ ക്ലാസ്സിലേക്കാണെങ്കിലും ഇനി നിങ്ങൾ എവിടെ പഠിക്കുമ്പോഴും ആവശ്യമുള്ള ഒരു കാര്യമാണ് നെഗറ്റീവ് നമ്പേഴ്സും അതുപോലെ പോസിറ്റീവ് നമ്പേഴ്സുകളും. അപ്പൊ എന്താണ് നെഗറ്റീവ് നമ്പർ, എന്താണ് പോസിറ്റീവ് നമ്പേഴ്സ്? ഇപ്പോഴും കുറെ പേർക്ക് അറിയാത്തൊരു കാര്യമാണ് നെഗറ്റീവ് നമ്പേഴ്സുകൾ ആഡ് ചെയ്യാനും അതുപോലെ സബ്സ്ട്രാക്ട് ചെയ്യാനും. അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള ഒരു മെത്തേഡാണ് നമ്പർ ലൈൻ വെച്ചിട്ട് അതിനെ ആഡ് ചെയ്യാനും സബ്സ്ട്രാക്ട് ചെയ്യാനും ഒക്കെ. അപ്പൊ അതാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ആദ്യമേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പോസിറ്റീവ് നമ്പർ പോലെ തന്നെ നമുക്ക് ആരും ഉണ്ട്, നെഗറ്റീവ് നമ്പേഴ്സുകളും ഉണ്ട്. ഓക്കെ, പോസിറ്റീവ് നമ്പേഴ്സ് ആണ് 1 2 3 4 എന്ന് പറഞ്ഞ് പോകുന്ന നമ്പേഴ്സുകൾ അല്ലേ. അപ്പൊ ശരിക്കും ശ്രദ്ധിക്കണം, 0 കഴിഞ്ഞിട്ട് വരുന്ന കേട്ടോ, 0 കഴിഞ്ഞിട്ട് വരുന്ന 1 2 3 4 ഇതൊക്കെ എന്താണ്, പോസിറ്റീവ് നമ്പേഴ്സുകളാണ്. അപ്പൊ 0യുടെ പുറകിലേക്കും നമ്പേഴ്സുകൾ ഉണ്ട്, അവരാണ് ആരടാ, നെഗറ്റീവ് നമ്പേഴ്സ്. ഇത് നമ്പർ ലൈനിൽ റെപ്രസെന്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ 0യുടെ പുറകിലേക്ക് എന്ന് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പൊ ഇത് 0 കഴിഞ്ഞിട്ട് വരുന്നത് പോസിറ്റീവ് നമ്പേഴ്സ് ആയിട്ടും 0യുടെ പുറകിലേക്ക് വരുമ്പം അത് നെഗറ്റീവ് നമ്പേഴ്സ് ആയിട്ടും പറയും. നെഗറ്റീവ് നമ്പേഴ്സിനെ നമ്മൾ -1 -2 -3 -4 അങ്ങനെ 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 പോകും. സോ ഇത് പോകുന്നത് ഇൻഫിനിറ്റിയിലേക്കാണ്. എന്ന് വെച്ചാൽ ഇത് എൻഡ് ചെയ്യാതെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന എന്താണ്, നമ്പർ ലൈൻ ആണ് കേട്ടോ. എത്ര വരെയും പോകും. ഇങ്ങോട്ട് പോസിറ്റീവ് ആയിട്ട് ഇവിടെ വരെയെങ്കിലും പോകും, ഇൻഫിനിറ്റിയിലേക്ക് പോകും. ഇങ്ങോട്ടേക്ക് നെഗറ്റീവ് നമ്പർ ആയിട്ടും ഇൻഫിനിറ്റിയിലേക്ക് പോകും. സോ ഇത്തരത്തിലെ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് നമ്പേഴ്സിന്റെ ഒരു കുഞ്ഞ് എക്സാമ്പിൾ. ഇപ്പൊ പോസിറ്റീവ് നമ്പർ ലൈൻ എടുക്കുകയാണെങ്കിൽ സാധാരണ നിങ്ങൾ 2 നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ നമ്പർ ലൈൻ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാ ചെയ്യുക? ഇത് നോക്കിക്കേ, 2 + 5 2നോട് 5 കൂട്ടണം. നിങ്ങൾക്കറിയാം 2ഉം 5ഉം ആഡ് ചെയ്താൽ 7 ആണ് അല്ലെ. അപ്പൊ നോക്കിക്കേടാ, ഇത് ഞാനിവിടെ 5നോട് അല്ലെ, 5 എന്ന് പറയുന്ന നമ്പറിനോട് ഞാൻ എത്ര ആഡ് ചെയ്യാണ്? 2 ആഡ് ചെയ്യണം. സോ 2 ആഡ് ചെയ്യുമ്പോൾ നമ്പർ ലൈനിൽ എന്റെ മക്കൾ 2 ചാട്ടം ചാടിയാൽ മതി. ഓക്കെ, അപ്പൊ നോക്കിക്കേടാ, ഞാനിത് ഇവിടെ 2 ചാട്ടം ദേ ഇതുപോലെ ചാടിയപ്പം നമ്പർ ലൈനിൽ ഞാൻ എവിടെ എത്തി? 7ലെത്തി. അങ്ങനെയാണ് 5 + 2 എന്ന് പറഞ്ഞാൽ 5നോട് നമ്പർ ലൈനിൽ 2 ചാട്ടം എന്റെ മക്കൾ മുന്നോട്ട് ചാടിയാൽ എന്റെ കുട്ടികൾ എവിടെ എത്തും? 7ലെത്തും. അതാണ് 5 + 2 = 7 ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കേ, നിങ്ങൾ ഇവിടെ തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം 4 + 6 നമ്പർ ലൈനില് ഞാനിപ്പോ നിൽക്കുന്നത് 4ലാണ്. നമ്പർ ലൈനിൽ ഞാൻ എവിടെയാണ് നിൽക്കുന്നത്? 4 എന്ന് പറയുന്ന നമ്പറിലാണ് നിൽക്കുന്നത്. ഈ 4നോട് 6 ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 6 ചാട്ടം മുന്നോട്ട് ചാടിയാൽ മതി. പോരെ, ഇത് നോക്കിക്കേ, 1 2 3 4 5 6 6 ചാട്ടം മുന്നോട്ട് ചാടിയപ്പോൾ ഞാൻ നമ്പർ ലൈനിൽ എവിടെ എത്തി? 10ലെത്തി. അപ്പൊ നോക്കിക്കേ, ഇതേ 4നോട് 6 കൂട്ടിയാൽ എത്രയാണെന്നുള്ളത് നമ്പർ ലൈനിൽ റെപ്രസെന്റ് ചെയ്യാം? 10 ആണെന്നുള്ളത് നമ്പർ ലൈനിൽ റെപ്രസെന്റ് ചെയ്തു. ഇനി അടുത്ത ഒരു എക്സാമ്പിൾ നോക്കിക്കേ, 8 - 5 8നോട് 5 കുറയ്ക്കണം. 8നോട് 5 കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ നമ്പർ ലൈനിൽ നമ്മൾ എങ്ങോട്ട് ചാടണം? ചാട്ടം മുന്നോട്ടാണോ ചാടേണ്ടത്? അല്ല, പുറകിലേക്ക് ചാടണം അല്ലെ. അപ്പൊ നോക്കിക്കേ, 8നോട് 5 ചാട്ടം പുറകിലേക്ക് ചാടുക, അതാണ് കുറയ്ക്കുക അല്ലെ. സബ്സ്ട്രാക്ട് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. ഇതേ 1 2 അല്ലെ, 3 4 5 5 ചാട്ടം ഞാൻ പുറകിലേക്ക് ചാടിയപ്പോ എനിക്ക് എവിടെ എത്തി? നമ്പർ ലൈനിൽ 3ലെത്തി. അപ്പൊ ഇതേ നോക്കിക്കേ, 8ൽ നിന്ന് 5 മൈനസ് ചെയ്താൽ എനിക്ക് ഉത്തരമായിട്ട് എന്ത് കിട്ടും? 3 കിട്ടും. അപ്പൊ നമ്പർ ലൈനിൽ നമ്മൾ എങ്ങനെയാണ് സബ്സ്ട്രാക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട്. സോ അടുത്തൊരു ചോദ്യം നോക്കിക്കേ, നിങ്ങൾ ഇത് കാണുമ്പോഴാണ് നിങ്ങളൊക്കെ എന്താവുന്നത്? കൺഫ്യൂസ്ഡ് ആവുന്നത്. 2 - 3 2 എന്ന് പറഞ്ഞ ഒരു ചെറിയ നമ്പർ ആണ്, അതിൽ നിന്ന് 3 കുറയ്ക്കണം. 2നേക്കാൾ വലിയ നമ്പർ ആയിട്ടുള്ള 3 കുറയ്ക്കണം, സബ്സ്ട്രാക്ട് ചെയ്യണം. 2 - 3 നമ്മൾ എന്ത് ചെയ്യണം? നമുക്കറിയാം, സബ്സ്ട്രാക്ഷൻ ആണെങ്കിൽ നമ്പർ ലൈനിൽ പുറകിലോട്ട് ചാടണം, അഡിഷൻ ആണെങ്കിൽ നമ്പർ ലൈനിൽ മുന്നിലോട്ട് ചാടണം. അങ്ങനെയാ പഠിച്ചത് അല്ലെ. ആഡ് ചെയ്യാനാണെങ്കിൽ മുന്നോട്ട് ചാടുക, സബ്സ്ട്രാക്ട് ചെയ്യാനാണെങ്കിൽ പുറകിലോട്ട് ചാടുക. ഓക്കെ, ഇവിടെ നോക്കിക്കേ, 2ൽ നിന്ന് 3 സബ്സ്ട്രാക്ട് ചെയ്യണം. അപ്പൊ ഞാൻ നമ്പർ ലൈനിൽ 2ന്റെ അടുത്ത് എത്തട്ടെ. നമ്പർ ലൈനിൽ ഞാൻ 2ന്റെ അടുത്തെത്തി. ഈ 2ൽ നിന്ന് എത്ര ചാട്ട പുറകിലേക്ക് ചാടണം? 3 ചാട്ട പുറകിലേക്ക് ചാടണം. ചാടാവല്ലോ. 1 2 3 3 ചാട്ടം ഞാൻ പുറകിലേക്ക് ചാടി. അപ്പൊ ഞാൻ എവിടെയാണ് എത്തിച്ചേർന്നത്? -1 എന്ന് പറയുന്നിടത്താണ് എത്തിച്ചേർന്നത്. അപ്പൊ 2ൽ നിന്ന് 3 മൈനസ് ചെയ്താൽ എനിക്ക് എത്ര കിട്ടുവാടാ? -1 ആയിട്ടായിരിക്കും ആൻസർ കിട്ടിയിട്ടുണ്ടാവുക. അപ്പൊ ഇതുപോലെ നമ്പർ ലൈനിൽ നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ നെഗറ്റീവ് നമ്പേഴ്സ് വരുന്നത് ഈ രീതിയിലാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ ആണേ. ഒരു ക്വസ്റ്റ്യൻ കൂടെ ഞാൻ ചെയ്തു തരാം. നോക്കിക്കേടാ, -8 + 4 -8നോട്
4 ആഡ് ചെയ്യണം. അപ്പൊ -8 ഇവിടെ, -8 ദേ ഇവിടെ ഉണ്ട് നമ്പർ ലൈനിൽ. 4 ആഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ചാട്ടം മുന്നോട്ട് ചാടണം അല്ലെ. ഒന്നുകൂടി ചാടി നോക്കാലോ. 1 1 2 3 4 4 ചാട്ടം മുന്നോട്ട് ചാടിയപ്പോ ഞാൻ എവിടെ എത്തി? -4ന്റെ അടുത്ത് തന്നെ എത്തി. അപ്പൊ നോക്കിക്കേ, -8നോട് 4 ആഡ് ചെയ്താൽ എനിക്ക് ഉത്തരമായിട്ട് എത്ര കിട്ടുക? -4 കിട്ടും. അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മൾ നെഗറ്റീവ് നമ്പേഴ്സും പോസിറ്റീവ് നമ്പേഴ്സും നമ്പർ ലൈൻ പ്രകാരം ആഡ് ചെയ്യുന്നതും സബ്സ്ട്രാക്ട് ചെയ്യുന്നതും. സോ ഇതുപോലെ ഒരുപാട് കാര്യങ്ങളായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ, സീ യു.